കുറച്ച് നെർവസായി ലാലേട്ടാ. ഒരുപാട് സിനിമകളുടെ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ. ദിസ് ഇസ് ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യം വിച്ച് ഇസ് നോട്ട് ന്യൂ ഫോർ യു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തുടക്കം എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സന്തോഷകരമായ ഒരു സായനം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. എന്താണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ എന്നാലോചിക്കാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെൻറ്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്തോ വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഞാൻ വഴക്കുണ്ടാക്കി ഇടിയുണ്ടാ പോലീസ് വിളിച്ചുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊടുക്കും. ഒരു കാലത്തിൽ നിന്നാണ് വന്നത്. അല്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നു. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നെ. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജൂ. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെയുള്ള നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഒരു അസൂയാണ്. കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക്